ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? പക്ഷേ എനിക്ക് അത്ര വലിയ സുഖമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 2 ദിവസമായി പനി പിടിച്ച് കിടക്കായിരുന്നു. നമ്മൾ ആ മാച്ചക്കൂട്ട ടൂറും കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ടൂറെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്താ എല്ലാവർക്കും ഓരോ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരല്ലേ. അപ്പോൾ മാച്ച കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒന്ന് പനി. അവൻ പിന്നെ വീഗലാണെന്ന് മൊത്തത്തിൽ കുളിച്ച് പിന്നെ പിറ്റേന്ന് ഇവിടെ വന്ന ഉടനെ പനി പിടിച്ച് കിടന്നതാണ്. 3 ദിവസം അവൻ കിടന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് അത് കഴിയുമ്പോഴേക്ക് ഇപ്പോൾ അതാ ഉമ്മ കിടന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. നമ്മൾ പിന്നെ അങ്ങനെ കേട്ടോ, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 3 ആളും കൂടി ഷെയർ ചെയ്തെടുക്കലാണ്. അപ്പോൾ പനി മാത്രം ഒരാളായിട്ട് വെച്ചിരിക്കൽ ശരിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3 ആളും കൂടി ഷെയർ ചെയ്തെടുത്ത്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് ഫിസിയോന് പോകാൻ പറ്റിയിട്ടില്ല. നല്ല പനിയായിരുന്നു. പനിയും പിന്നെ മേലെ മൊത്തം വേദന. പിന്നെ അത് മാത്രമല്ല ഈ പൊട്ടിയ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിയപാടില്ല വേദനയില്ല, അതുപോലത്തെ വേദനയായിരുന്നു. അപ്പോൾ പിന്നെ അതും കൊണ്ട് തന്നെ പോയി ഫിസിയോയും കൂടി ചെയ്യുമ്പോൾ കൂടുതൽ വേദനിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ലീവ് എടുത്ത്. അപ്പോൾ ഇന്നിപ്പോൾ പോയിട്ട് ഫിസിയോ ചെയ്യണം. ഇന്നിപ്പോൾ ഉമ്മാക്ക് ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഉച്ച വരെയുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന്. ഞാനുണ്ടല്ലോ ഫിസിയോ ചെയ്യാൻ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 ദിവസമായി. ഇന്ന് 11ാമത്തെ ദിവസമാണ്. അപ്പോൾ പിന്നെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അതായത് എൻ്റെ കൈൻ്റെ പിന്നെ പൊസിഷൻ തന്നെ നല്ല മാറ്റം വന്ന്. ആദ്യം എനിക്കിത് ഈ ഒരു രീതിയിൽ പിന്നെ പിടിക്കാൻ കഴിയില്ല. ഇപ്പം ഇങ്ങനെയായി ഫുള്ളായിട്ട് റെഡിയായി വരണം. അപ്പോൾ എന്തായാലും പിന്നെ 3 വീക്സ് എടുക്കുന്ന പറഞ്ഞത്. എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എപ്പോഴെങ്കിലും ബെയർ ഫുട്ട് ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ട്. പഠിച്ച സമയത്തേലും ബെയർ ഫുട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത്. കാരണം നമ്മള് പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കല്. നമ്മൾ ചെരുപ്പ് ഇടുമ്പോൾ നമ്മളോട് ചെരുപ്പ് ഊരി വെക്കുക എന്നിട്ട് ഓടിച്ചാൽ എന്നിട്ട് നമ്മൾ ചെരുപ്പാട് ഊരി വെക്കുക എന്നിട്ടാണ് ഓടിക്കുക. അപ്പൊ അതങ്ങനെ പഠിച്ചുകൊണ്ടെന്ന് പറഞ്ഞാല് അതങ്ങനെ ശീലമായി. അപ്പൊ ഷിറു വന്നതിന് ശേഷം ഞാനത് മാറ്റാൻ തുടങ്ങിയത്. ഷിറു ഫസ്റ്റ് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ലേ. അപ്പൊ ഞാൻ കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാലം ഓടിച്ച് ഒരു 2 ആഴ്ചയിലും കഴിഞ്ഞപ്പോൾ ഷിറു എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, നീ ഒന്നിങ്ങനെ വെറുതെ ഓടിച്ചു നോക്ക്. ഞാൻ പിന്നെ ചെയ്താൽ അങ്ങനെ ഓടിച്ചു നോക്കാം. അങ്ങനെ ഓടിച്ചു നോക്കി കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാനത് മാറ്റിയെടുത്തത്. നമ്മൾ ബാക്ക് ഫുട്ടിലാകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ആ ടോപ്പ് വെച്ചിട്ട് നമ്മള് പ്രസ് ചെയ്യാം. ആക്സിലേറ്ററൊക്കെ പ്രസ് ചെയ്യുന്നത് ടോസ് വെച്ചിട്ടായിരിക്കും. പക്ഷെ പിന്നെ നേരെ മറിച്ച് നമ്മള് വേറെ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫൂട്ട് ശരിക്കും അവിടെ പ്രസ് ആയിട്ട് കിടക്കും. അപ്പൊ അതും കൂടി കുറച്ചും കൂടി നല്ലൊരു കംഫർട്ടാണ്. പിന്നെ നമ്മള് ചെരുപ്പ് ഉപയോഗിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ചെരുപ്പ് ഉരി വെച്ചിട്ട് നമുക്ക് ബാക്ക് ഫുട്ടായിട്ട് പിന്നെ ഓടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെരുപ്പ് ഇട്ടാൽ മതിയല്ല. പക്ഷെ പിന്നെ നമ്മൾ ഷൂ ഉപയോഗിക്കുന്ന സമയത്തല്ലാണെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ പിന്നെ ഷൂ ഊരണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷൂ ഇടണം. അതൊരു വല്ലാത്ത ഡിസ്കംഫർട്ട് തന്നെയാണ്. നമ്മൾ ധർമ്മശാലക്കുന്നുണ്ടല്ലോ പശുക്കടയിലേക്ക് തിരിയുന്ന പിന്നെ പച്ചക്കറി കടകളുണ്ട്. അപ്പൊ അവിടെയെല്ലാം നമുക്ക് പച്ചക്കറി പിന്നെ നാടൻ പച്ചക്കറിയില്ലേ അത് കിട്ടും കേട്ടോ. പക്ഷെ ഇതും പിന്നെ മുട്ട ആണ് 10 എണ്ണം. ഇതാ ശരിക്കും രാവിലെ വന്നാലാണ് കുറേ പച്ചക്കറി ഉണ്ടാവില്ല. ഞാനിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ് കക്കരിയും അങ്ങനത്തെ എല്ലാം തീർന്നു. ഞാനിപ്പോൾ രാവിലെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള എല്ലാ സാധനവും ഉണ്ടാവും. അതിനെല്ലാത്തും അങ്ങനെ തന്നെയല്ല, രാവിലെ എല്ലാം ഉണ്ടാവില്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും ഏകദേശം എല്ലാം തീരും. കുറേ പച്ചക്കറി വാങ്ങാൻ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാം തീർന്നില്ല. ഞാനിപ്പോൾ നാളെ രാവിലെ വാങ്ങിക്കാം. പിന്നെ ഡെയിലി ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നില്ലെങ്കിലും നാളെയും വാങ്ങിക്കാമല്ലോ. പിന്നെ ഇന്ന് കിട്ടിയാലെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എണീച്ചിട്ട് കറിയെല്ലാം അവിടെ ഉണ്ടാക്കി വെക്കാം. ഇനിയിപ്പോൾ നാളെ ആകുമ്പോൾ പറഞ്ഞാൽ പിന്നെ ഫിസിയോ എല്ലാം കഴിഞ്ഞ് അവിടെ പോയിട്ട് ആകെ ടയേർഡായിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ നേരെ കോഫി ഹൗസിലേക്ക് പോകണം. നമ്മളെ മാച്ചൂന് കട്ട്ലറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. വൈകുന്നേരം ആയതുകൊണ്ടല്ലോ കോഫി ഹൗസിൽ അങ്ങനെ വല്ല തിരക്കില്ല. ഞാൻ മിന്നാന്ന് ദിവസം ഉച്ചപ്പോൾ ഭയങ്കര തിരക്ക്, ഇങ്ങോട്ട് വരാനേ പറ്റിയിട്ടില്ല. ഒന്നാമത് നവമിൻ്റെ പിന്നെ തിരക്കായോടെ തോന്നുന്നു. പക്ഷേങ്കിലും മതത്തിൽ വരുന്ന ആൾക്കാരെല്ലാം ചോറ് നമ്പരായിട്ടാണെന്ന് ഭയങ്കര തിരക്കായിട്ട് കഴിയും. 6 കട്ട്ലറ്റ്. ഞാൻ ഇവിടെ എത്തിയിട്ട് ഒന്ന് കാലുമുകലും കഴുകിയിട്ട് വരട്ടെ ജസ്റ്റ്. അത് വരുമ്പോഴേക്ക് നമ്മളെ മാച്ചുക്കുട്ട കട്ട്ലറ്റ് തിന്നലെല്ലാം കഴിയും.
ഇനി നമ്മളെ ബാക്കിയുള്ള എൻ്റെ ഉമ്മാൻ്റെ എല്ലാം എനിക്ക് തിന്നാനുള്ളത്. ഞാൻ കട്ട്ലറ്റ് ഓർഡർ ചെയ്ത് പുറത്ത് വെക്കുമ്പോഴൊക്കെ ഷിറു വിളിച്ചിട്ടാണ്, കാരണം അവിടുത്തെ ഒരു സമൂസ ഉണ്ട് അടിപൊളിയാണ്, നീ വാങ്ങിച്ചു പറയേണ്ടതാണ്. അതും വാങ്ങി. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴൊക്കെ ഓവറാവും. എന്തായാലും ഇതിൽ നിന്നൊരു കഷ്ണം കഴിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക സോസാണ്, അടിപൊളി സോസാണ്, ബീറ്റ്റൂട്ട് സോസ്. സോസിൽ മുക്കിയിട്ടാണ് നന്നായിട്ട് ടേസ്റ്റ് കിട്ടുന്നത്. കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ല എൻ്റെ ഐലൈനർ പോയിട്ടില്ല. പിന്നെ ഞാൻ മുന്നേ ഉപയോഗിച്ച ഷുഗറിൻ്റെ ഐലൈനറാണ്. അപ്പോൾ അത് ഞാൻ കൈപൊട്ടിട്ട് കിടന്ന സമയത്ത് എവിടെ വെച്ചത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഫുൾ തപ്പി നോക്കി, പക്ഷെ എവിടെയൊന്നും കിട്ടിയില്ല. പിന്നെ എന്നിട്ട് ലാക്മീൻ്റെ വാങ്ങിച്ചു. പക്ഷേ ലാക്മീൻ്റെ അത്ര ഒരു നല്ലതല്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പോകുമ്പോൾ ഉപയോഗിച്ചതാണ്. വന്നിട്ട് ഇപ്പോൾ കുളിക്കുമ്പോൾ പിന്നെ ഫേസ് വാഷ് വെച്ചിട്ടൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് നോക്കി, എന്നിട്ട് അത് പോകുന്നില്ല. ഫുള്ളായിട്ട് സ്പ്രെഡായിട്ടുള്ള വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഷുഗറിൻ്റെ അങ്ങനെയല്ല കേട്ടോ, നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ പ്രൂഫ് ആകുന്നതുകൊണ്ട് തന്നെ അത് അറിയാമല്ലോ, സ്പ്രെഡ് ആവില്ല. പിന്നെ അത് മാത്രമല്ല നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്ത് വെച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്തായാലും തന്നെ പോകുന്നുമുണ്ട്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ക്യാപിറ്റൽ മാളിൽ എത്തുന്ന സമയത്തോടെ വാങ്ങിക്കാൻ വേണ്ടി ഉണ്ടല്ലോ. നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പാപ്പിശ്ശേരി മെറ്റോനോവ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. അത് 2-3 മാസമായി പിന്നെ ഓപ്പൺ ആയിട്ട്. എനിക്ക് പിന്നെ കൈ പൊട്ടുന്നതിന് മുന്നേ അത് ഓപ്പൺ ആയത്. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ പോകാമെന്നെല്ലാം വിചാരിച്ചിരിക്കുമ്പോഴേക്കാണ് ഞാൻ സൈഡായത്. നബിദിനായോണ്ട് അടിപൊളിയാക്കി. ഇത് വിജയദശമിൻ്റെ അല്ല, പക്ഷെ ഒരുമിച്ചായോണ്ട് അടിപൊളിയല്ലേ. നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഒരു ഗുഹയിലെത്തിയ വഴിയുള്ളത് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ആ ഒരു നേരിട്ട് അനുഭവിക്കുമ്പോഴല്ലേ അതിൻ്റെ ഇത് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ ഫീല്. ഓക്കെ, എന്തായാലും പിന്നെ ഫുഡിനൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് എന്തെല്ലാം ഓർഡർ ചെയ്തത് അപ്പോൾ ഞാനും ഉമ്മയും കൂടി ഒരു പിന്നെ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബ്രൊക്കോളി ആൻഡ് പിന്നെ ഇത് വാൾനട്ട് സൂപ്പ്. ഓക്കെ, പിന്നെ മാച്ചു ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടറായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിക്കൻ പിസ്സ, ഇറ്റാലിയനോ പിസ്സ അല്ലേ, ഇറ്റാലിയനോ പിസ്സ. പിന്നെ മാച്ചൊരു കോഫിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. മാച്ചൊരു സൂപ്പ് വേണ്ടല്ലോ, നമ്മളെ സൂപ്പെത്തി അല്ല. ബ്രൊക്കോളി ആയതുകൊണ്ട് നല്ല ഗ്രീനിഷ് കളർ. നമ്മളെ പിസയും കൂടി എത്തി മോനെ. മാസി ഇനി ഇത് കഴിച്ച് തീർത്തിട്ടില്ല കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം മാസിക്ക് പിസ കഴിക്കാൻ വേണ്ടി. കൊല്ലൽ അങ്ങനെ നമ്മളെ ഫുഡ് അടിയെല്ലാം കഴിച്ചത് നമ്മളെ റൂമിലല്ല വണ്ടിയിലെത്തി ഗായ്സ്. പക്ഷെ എന്താ സംഭവം മാറ്റി പറഞ്ഞോടക്കെ വെളിച്ച് വാരി തന്നിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ക്ഷീണ തിരിച്ചെടുത്തോളെ. പക്ഷെ അതാ വല്ലാത്ത ക്ഷീണാന്ന്. അത് ആ ലോഡഡ് ഫ്രൈസ് ഇവനാ വാങ്ങിച്ചത്. പക്ഷെ ഇവര് തിന്ന പോലെ അത്രയും ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴേക്ക് എനക്ക് വയറെന്ന് അറിയുന്നത്. പക്ഷെ മമ്മ ഞാൻ ആദ്യമേ പറഞ്ഞ ലോഡഡ് ഫ്രൈസ് വാങ്ങിക്കണ്ട ഞാൻ ഇവനോട് പറഞ്ഞതാണ്. മമ്മ കൈ പൊട്ടിയതോടെ മമ്മ ഇപ്പൊ ഫുഡ് ആയി നിർബന്ധമായിട്ടും വേണമെന്നും പറഞ്ഞിട്ട് വാങ്ങിച്ച്. പിന്നെ അത് ബാക്കി വെക്കണ്ട വിചാരിച്ചിട്ട് കുറച്ച് തിന്ന് തന്നിട്ട് ലാസ്റ്റ് ബാക്കി വെച്ചല്ലേ. കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ട് വന്നത്. പിന്നെ ഫുഡെല്ലാം ഓക്കെ അടിപൊളിയാണ്, ടേസ്റ്റ് ഉള്ള ഫുഡാണ്. പിന്നെ എനിക്ക് പക്ഷെ പിസയില് ചിക്കൻ എനിക്ക് അങ്ങനെ കണ്ടു കിട്ടിയിട്ടില്ല. അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അല്ല അതങ്ങനെ തന്നെയല്ല നമുക്ക്. പിന്നെ അവരെ ഫുൾ സ്ലൈസും തിന്നിനി കള്ളത്തി സ്ലൈസ് തിന്നല്ലോ. ഓക്കെ, ഞാൻ വെജ് കഴിക്കുന്ന ആളാണ്. പക്ഷെ നമ്മൾ ചിക്കൻ മാത്രം ഓർഡർ ചെയ്തിട്ട് ചിക്കൻ അല്ലാണ്ട് പിന്നെ എന്താ പറയാ ചിക്കൻ്റെ 1-2 പീസ് കൂട്ടിട്ട് വെജാക്കി കഴിഞ്ഞാൽ അത് ചോദിക്കണ്ട. അത് കടമ തന്നെയല്ല. അത് ശരിയാണ്. അതെ അതെ അതെ. ഇവർക്ക് ഒന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പേക്ക് ഇവർക്ക് നാണക്കടയിൽ പോയി അതൊന്നും ചോദിക്കാൻ പാടില്ല. അവർക്കാകല്ല, അവര് പിന്നെ ശ്രദ്ധിക്കുമല്ലോ. അതിനുവേണ്ടിയാണ്.
പിസന്റെ പിന്നെ ഇതെല്ലാം എന്താ പറയാ ബ്രെഡെല്ലാം ഒക്കെയാണ് നല്ല എന്താ പറയാ നേരെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പിന്നെ ബ്രെഡാണ്. നമ്മളെ ഉമ്മാക്ക് പിന്നെ സുഖമില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും കഴിച്ചിട്ട് ഉമ്മാക്ക് ഒരു പിസ എന്ന് പറയുന്നത് ആ പിസന്റെ ഒരു പീസ് ഉണ്ടെങ്കിൽ പിന്നെ മറ്റേതും എന്നാ സൂപ്പിന്റെ ഹാഫ് പോർഷൻ അതേ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും മൊത്തത്തില് അടിപൊളിയാണ്. എങ്ങനെയൊക്കെ തടി കുറക്കാതെ വിചാരിച്ച് നിൽക്കുന്നത് ഞാനാ. അതിപ്പോ ഞാൻ കഴിക്കലില്ല. ഞാൻ ബാക്കി അവിടെ വെച്ചേന്ന് പറഞ്ഞിട്ട് വിൽക്കലാണ്. പക്ഷെ ഇത് എന്താ പറയാ കാശും കൊടുത്ത് വാങ്ങിച്ചിട്ട് അവിടെ വേസ്റ്റ് ആക്കാൻ കഴിയോ, അങ്ങനെ കഴിച്ചതാണ്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും ടേസ്റ്റ് ഉണ്ട്, ഫുഡ് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതാണ് ഓവർലോഡായി. ഇനിയിപ്പോ കുറച്ച് ദിവസം കഷ്ടപ്പെട്ട് തടി കുറക്കണം. എന്തായാലും തടി കുറക്കണം എന്ന് വെച്ചിട്ട് ഇപ്പൊ കൂടുതലായിട്ട് വന്ന് വീട്ടിലെത്തുമ്പോഴേക്ക് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം നമ്മൾ വേണ്ടാണ്ട് ഫുഡൊക്കെ വാരി വലിച്ച് കഴിച്ചാലുള്ള ഒരു അവസ്ഥയില്ല, അതുപോലെയുള്ളത്. ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ അധികമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു വല്ലാത്ത അസ്വസ്ഥത. എന്തായാലും പിന്നെ മിക്കവാറും ഛർദ്ദിച്ചിട്ട് കിടന്നുറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൊണ്ട് തന്നെ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.